നമസ്കാരം. ന്യൂസ് ഇൻഡിപെൻഡന്റ് സ്പീഡ് ന്യൂസ് 20ലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജനനി. ഇപ്പോഴത്തെ പ്രധാന വാർത്തകൾ. ഹെദർ ഹംഫ്രീസിന് മുൻതൂക്കം. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഫിൻഗെയിൽ സ്ഥാനാർത്ഥി ഹെദർ ഹംഫ്രീസിന് മുൻതൂക്കം. അയർലൻഡിന്റെ പ്രസിഡന്റായി ഹംഫ്രീസ് തിരഞ്ഞെടുക്കപ്പെടുമെന്നാണ് അഭിപ്രായ സർവേയിൽ 5-1 വ്യക്തമാക്കുന്നത്. യാത്രികരുടെ പരിധി നീക്കം ചെയ്യും. ഡബ്ലിൻ വിമാനത്താവളത്തിൽ യാത്രികർക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള പരിധി എടുത്തുകളയാൻ ആലോചന. ഇത് സംബന്ധിച്ച നിയമഭേദഗതി ഉടൻ മന്ത്രിസഭയിൽ അവതരിപ്പിക്കും. പ്രതിവർഷം 32 മില്യൺ യാത്രികർ എന്നതാണ് വിമാനത്താവളത്തിന്റെ പരിധി. ബെൽഫാസ്റ്റിൽ തൊഴിലവസരങ്ങൾ. ബെൽഫാസ്റ്റിൽ തൊഴിലവസരങ്ങളുമായി ബാങ്ക് ഓഫ് അമേരിക്ക. നഗരത്തിൽ 1000 തൊഴിലവസരങ്ങളാണ് ബാങ്ക് ഓഫ് അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്നത്. ബിയർ വിൽപ്പന വർദ്ധിച്ചു. അയർലൻഡിൽ ആൽക്കഹോൾ ഇല്ലാത്ത ബിയറുകളുടെ വിൽപ്പനയിൽ വർധന. ഡ്രിങ്ക്സ് അയർലൻഡ് ഗ്രൂപ്പിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം നോൺ ആൽക്കഹോൾ ബിയറുകളുടെ വിൽപ്പനയിൽ 25% വർധനവാണ് കഴിഞ്ഞ വർഷം ഉണ്ടായത്. ചൈൽഡ് ബെനഫിറ്റ് സ്കീമിനായി കാത്തിരിക്കുന്നവർക്ക് നിരാശ. സർക്കാരിന്റെ വരാനിരിക്കുന്ന ബജറ്റിൽ സ്കീമിന്റെ 2ാം ഘട്ടം ഉണ്ടായിരിക്കില്ല. ഗ്രേറ്റർ ഡബ്ലിനിലെ ആംബുലൻസ് ഡ്രൈവർമാർ സമരത്തിനൊരുങ്ങുന്നു. മേഖലയിലെ ആശുപത്രികൾക്കിടയിലായി രോഗികളെ ആംബുലൻസിൽ കൊണ്ടുപോകുന്നതിനായുള്ള കരാർ സ്വകാര്യ കമ്പനിക്ക് നൽകാനുള്ള തീരുമാനത്തിനെതിരെയാണ് ജീവനക്കാർ പ്രതിഷേധിക്കുന്നത്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്നും പിന്മാറി മുൻ MMA താരം കോണർ മക്ഗ്രഗർ. എക്സിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. മുതിർന്ന ഹർലിംഗ് താരം ഡയർമോയിഡ് ബൈറൻസിന്റെ പിതാവിന് നേരെ ആക്രമണം. വീട്ടിലേക്ക് അതിക്രമിച്ചു കടന്ന അക്രമി നിയൽ ബൈറൻസിനെ കുത്തി പരിക്കേൽപ്പിച്ചു. ഡബ്ലിനിൽ മുങ്ങിമരണം. അയർലൻഡിൽ വീണ്ടും മുങ്ങിമരണം. ഡബ്ലിനിലെ ഡൺ ലാവോഹറിയിലായിരുന്നു സംഭവം റിപ്പോർട്ട് ചെയ്തത്. പുതിയ ഗാനം റിലീസ് ചെയ്തു. അനിൽ ഫോട്ടോസ് ആൻഡ് മ്യൂസിക്കിന്റെ പുതിയ ഗാനം വൃന്ദാവനത്തിലെ വാസുദേവ റിലീസ് ചെയ്തു. കഴിഞ്ഞ ദിവസം യൂട്യൂബിലൂടെയായിരുന്നു ഗാനം പുറത്തുവിട്ടത്. ബന്ദികളെ മാറ്റി ഹമാസ്. ബന്ദികളെ വീടുകളിലേക്കും ടെന്റുകളിലേക്കും മാറ്റി ഹമാസ്. ഗാസ പിടിച്ചെടുക്കാനുള്ള ഇസ്രായേലിന്റെ നടപടികൾ തടയുന്നതിന്റെ ഭാഗമായിട്ടാണ് ഹമാസിന്റെ നീക്കം. മുന്നറിയിപ്പുമായി റഷ്യ. ഇന്ത്യ റഷ്യ ബന്ധം ഒരിക്കലും തകർക്കാൻ കഴിയില്ലെന്ന മുന്നറിയിപ്പ് നൽകി റഷ്യ. ഇരു രാജ്യങ്ങളും ആത്മവിശ്വാസത്തോടെ മുന്നേറുകയാണെന്നും ബന്ധം തകർക്കാനുള്ള ഏതൊരു ശ്രമവും പരാജയപ്പെടുമെന്നും റഷ്യ. മാവോയിസ്റ്റിനെ വധിച്ചു. ജാർഖണ്ഡിൽ സഹദേവ് സോറൻ ഉൾപ്പെടെ 3 മാവോയിസ്റ്റുകളെ വധിച്ച് സുരക്ഷാ സേന. തലയ്ക്ക് 1 കോടി രൂപ ഇനാം പ്രഖ്യാപിച്ചിട്ടുള്ള മാവോയിസ്റ്റ് നേതാവാണ് സഹദേവ് സോറൻ. ബ്രഹ്മപുത്ര നദിയിൽ കൂറ്റൻ അണക്കെട്ട് നിർമ്മിക്കാൻ ഇന്ത്യ. അരുണാചലിലെ ദിബാങ്ങിലാകും നിർമ്മാണം. ബ്രഹ്മപുത്രയിൽ അണക്കെട്ട് നിർമ്മിക്കുന്ന ചൈനയ്ക്കുള്ള കനത്ത മറുപടിയാണ് ഇന്ത്യയുടെ പദ്ധതി. ലൈംഗിക അതിക്രമ കേസിൽ മുൻ മന്ത്രി നീലലോഹിതദാസൻ നാടാരെ വെറുതെ വിട്ട് ഹൈക്കോടതി. വനം വകുപ്പ് ചീഫ് കൺസർവേറ്ററുടെ പരാതിയിലെടുത്ത കേസിലാണ് ഹൈക്കോടതി ഉത്തരവ്. ദേവസ്വം ബോർഡ് സുപ്രീം കോടതിയിൽ. ആഗോള അയ്യപ്പ സംഗമം സ്റ്റേ ചെയ്യുന്നതിന് മുൻപ് തങ്ങളുടെ വാദം കേൾക്കണമെന്ന ആവശ്യവുമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സുപ്രീം കോടതിയിൽ തടസ്സ ഹർജി നൽകി. അയർലൻഡിന് സ്വർണം. വേൾഡ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ അയർലൻഡിന്റെ IOF റൂർക്കിക്ക് സ്വർണം. 75 കിലോഗ്രാം ഫൈനലിൽ തുർക്കിയുടെ ബുഷ്ര ഇസിൽദാറിനെ പരാജയപ്പെടുത്തിക്കൊണ്ടായിരുന്നു 28-കാരിയുടെ നേട്ടം. പാകിസ്ഥാനെ തറപറ്റിച്ച് ഇന്ത്യ. ഏഷ്യ കപ്പിൽ പാകിസ്ഥാനെതിരെ 7 വിക്കറ്റിന്റെ തകർപ്പൻ ജയം നേടി ഇന്ത്യ. ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത പാകിസ്ഥാന് 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 127 റൺസ് മാത്രമേ എടുക്കാൻ സാധിച്ചുള്ളൂ. മറുപടി ബാറ്റിംഗിൽ 25 പന്തുകൾ ശേഷിക്കെ 3 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ ലക്ഷ്യം മറികടന്നു. അയർലൻഡിൽ ഈ വാരം മഴ. അയർലൻഡിൽ ഈ വാരം മഴ സജീവമായിരിക്കുമെന്ന മുന്നറിയിപ്പുമായി മെറ്റൈറാൻ. താരതമ്യേന അതിശക്തമായ മഴയാണ് ഈ വാരം മെറ്റൈറാൻ പ്രവചിക്കുന്നത്. മഴയ്ക്ക് ശമനം. കേരളത്തിൽ മഴയ്ക്ക് നേരിയ ശമനം. അടുത്ത 5 ദിവസത്തേക്ക് സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പില്ല. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി newsindependence.com എന്ന വെബ്സൈറ്റും ന്യൂസ് ഇൻഡിപെൻഡൻസ് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പേജുകളും വാട്സ്ആപ്പ്, യൂട്യൂബ് ചാനലുകളും സന്ദർശിക്കുക. ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രൈബ് എന്നിവ ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നമസ്കാരം.